30 ദിവസത്തിനുള്ളിൽ യൂറോപ്പിക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും സെപ്പറേറ്റ് ആയിട്ട് ഒരു വർക്ക് പെർമിറ്റ് പോലും ഇല്ലാതെ. എന്നാൽ ഇത് സത്യമാണ്. അതായത് ഇപ്പോൾ നെതർലാൻഡ് ഈ ഒരു സ്കിൽഡ് പ്രൊഫഷണൽസിനെ വളരെ വേഗത്തിൽ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു നെതർലാൻഡിൽ 12,000-ലധികം ഈ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പോൺസർ കമ്പനീസ് ഈ ഒരു ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലി നിൽക്കുന്നുണ്ട്. അതായത് തൗസൻഡ്സ് ഓഫ് കമ്പനീസ് ഇപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടെക്നോളജി, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, ഈ ഒരു സെക്ടേഴ്സൊക്കെ ഈ ഒരു നെതർലാൻഡിൽ വളരെ സ്ട്രോങ് ആണ്. ഇനി എന്തുകൊണ്ട് നെതർലാൻഡ്? അതായത് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സാലറി കൊടുക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി കൺട്രിയാണ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഡച്ച് ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് വർക്ക് ലൈഫ് ബാലൻസ്, പിന്നെ ഫാസ്റ്റ് വിസ പ്രോസസ്സ്, PR ഓപ്പർച്യൂണിറ്റീസ്, ഇതിനൊക്കെ നെതർലാൻഡ് ബെസ്റ്റ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ലേബർ ഷോർട്ടേജ് ആണ്. മീൻസ് ഈ ഒരു ലോക്കൽ വർക്കേഴ്സിനെ കിട്ടാത്തതുകൊണ്ട്, ഈ ഒരു നെതർലാൻഡിലുള്ള വർക്കേഴ്സിനെ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ കമ്പനീസൊക്കെ ഈ ഒരു ഫോറിൻ വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു നെതർലാൻഡ് ഗവൺമെന്റ് ഈ ഒരു ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് വിസ പ്രോഗ്രാം വഴി ഈ ഒരു ഫോറിൻ വർക്കേഴ്സിനെ ഈ ഒരു നെതർലാൻഡിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. ഇനി ഈ ഒരു ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് വിസ എന്നുള്ളത് എന്താണെന്നുള്ളത് നോക്കി വെക്കുക. ആക്ച്വലി ഇതെന്ന് പറയുന്നത് നെതർലാൻഡിലെ ഫാസ്റ്റസ്റ്റ് വർക്ക് വിസ സ്കീമാണ്. ഓക്കെ, ഈ ഒരു സ്കീമിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കറിയാം സാധാരണ ഒരു യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് പെർമിറ്റും അതുപോലെ തന്നെ ഈ ഒരു റെസിഡൻസ് പെർമിറ്റും വേണം. പക്ഷേ ഈ ഒരു വിസയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് നമുക്ക് വേണ്ട, ആ ഒരു ഡോക്യുമെന്റിന്റെ ആവശ്യമില്ല. റെസിഡൻസ് പെർമിറ്റ് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ജോലിയും ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ചില കേസിലൊക്കെ ഈ ഒരു വിസ 2 വീക്സിൽ നമുക്ക് അപ്രൂവ് ആവുന്നത്. അതായത് വെറും 30 ദിവസത്തിനുള്ളിൽ നമുക്ക് റീലൊക്കേഷൻ പോലും പോസിബിൾ ആണ്. ഇനി ഈ ഒരു നെതർലാൻഡിൽ നമുക്ക് കിട്ടുന്ന സാലറി എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഞാനത് ഇന്ത്യൻ മണിയിലും എത്രയാണ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ടെക് IT ഒക്കെ ആണെങ്കിൽ $65,000 മുതൽ $85,000 വരെ. ഓക്കെ, ഇന്ത്യൻ മണിയിലാവുമ്പോൾ 60 ലക്ഷം ടു 78 ലക്ഷം. ഇതെന്ന് പറയുന്നത് ഇയർലി ഉള്ള കണക്കാണ് കേട്ടോ, മന്ത്ലി അല്ല, ഇയർലി ഉള്ള കണക്കാണ്. പിന്നെ ഹെൽത്ത് കെയറിനാണെന്നുണ്ടെങ്കിൽ $120,000 വരെ, യൂറോ വരെ, അതായത് നമുക്ക് 1 കോടി വരെ എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്കത് എല്ലാ പ്രൊഫഷണൽസിനും ആവില്ല. അപ്പോൾ നമുക്കറിയാം ഹെൽത്ത് കെയറിൽ തന്നെ നമുക്ക് ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയേഴ്സ്, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, നമുക്കറിയാം €50,000 മുതൽ €70,000 വരെ, ഏകദേശം 46 ലക്ഷം മുതൽ 64 ലക്ഷം വരെ. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെതർലാൻഡിൽ 45 ലക്ഷം മുതൽ 1 കോടി വരെ സാലറി നേടാൻ പറ്റിയ അവസരങ്ങളുണ്ട്. മന്ത്ലി ഉള്ള കണക്കല്ല, ഇയർലി ഉള്ള കണക്കാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെതർലാൻഡിലുള്ള ഈ ഒരു സ്പോൺസർഷിപ്പ് കമ്പനീസ്, ഈ ഒരു റെക്കഗ്നൈസ്ഡ് സ്പോൺസർ കമ്പനീസ് എന്താണെന്നുള്ളത് നോക്കി വെക്കുക. അതായത് നെതർലാൻഡ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത എംപ്ലോയേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇവർക്ക് ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ കമ്പനീസിനൊന്നും ഉണ്ടാവില്ല. ഈ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്പോൺസർ ചെയ്യുന്ന കമ്പനീസ്, ഈ ഒരു പെർമിഷൻ കൊടുത്ത എംപ്ലോയേഴ്സിന് മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു IT കമ്പനീസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫേംസ് ഉണ്ട്, ഫിനാൻസ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് കമ്പനീസ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഇങ്ങനെ ടോട്ടല് നമുക്ക് 12,000-ഓളം പ്ലസ് കമ്പനീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അതിനായിട്ട്, അതായത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് കിട്ടും. ഈ ഒരു നെതർലാൻഡ് ഗവൺമെന്റ് സപ്പോർട്ടിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഈ ഒരു നെതർലാൻഡ് ഈ ഒരു ഫോറിൻ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വെൽക്കം ടു NL എന്നുള്ള പ്ലാറ്റ്ഫോം. ഓക്കെ, ഇത് നെതർലാൻഡിൻ്റെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ലിസ്റ്റിംഗ്, ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ്, റീലൊക്കേഷൻ ഗൈഡ് ലൈൻസ്, ലിവിങ് ഇൻഫർമേഷൻസ് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ, NL നെതർലാൻഡ്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വർക്ക്, ലിവ്, ജോബ്സ്, ഇമിഗ്രേഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ. നെതർലാൻഡിൻ്റെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ജോബ്സ് എന്നുള്ളതിൽ പോയി നോക്കാം നമുക്ക്. സോ ഇതിൽ പോകുമ്പോഴും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ കമ്പനീസാണ് കൊടുക്കുന്നത് എന്നുള്ളതും അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. സോ ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുക എന്നുള്ളതും അങ്ങനെയുള്ളതൊക്കെ ഇതിലുണ്ട്. നിങ്ങളതൊക്കെ നോക്കുക കേട്ടോ. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ.
സോ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് നെതർലാൻഡിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിൽ നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ജോബ് ഓഫർ നേടുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ അപ്ലൈ ചെയ്യുക, ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നിട്ട് നമുക്ക് ജോബ് ഓഫർ നമ്മൾ നേടിയെടുക്കുക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഈ ഒരു എംപ്ലോയർ നമ്മളുടെ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യും, അത് എംപ്ലോയർ ചെയ്യും കേട്ടോ. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 വീക്സിൻ്റെ ഉള്ളിൽ അപ്രൂവൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ സ്റ്റെപ്പ് 4 പറയുന്നത് നെതർലാൻഡിലേക്ക് നമുക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ജോബ് ചെയ്യുക. ഓക്കെ, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ നെതർലാൻഡിലേക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുമോ? നിങ്ങളുടെ ആൻസർ എന്തായാലും നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിലാണ് അവിടെ പോകാൻ പറ്റുക എന്നുള്ളതും നിങ്ങൾ എന്തായാലും കമൻസിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലത്തെ വർക്ക് വിസ, അതുപോലെ തന്നെ PR, അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ വേഗം അറിയാനായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും. സോ നമ്മളെപ്പോഴും ഇതുപോലത്തെ ഇമിഗ്രേഷൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്, and this channel won't disappoint you, and thanks for watching.